നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഗാസിയാബാദിൽ അവിടെയുള്ള ഹിന്ദുത്വ വർഗീയവാദികൾ മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കൊലപ്പെടുത്താനായി വീടുകൾ തോറും വാളുകളും ആയുധങ്ങളുമൊക്കെ വിതരണം ചെയ്ത കാഴ്ച നമ്മളെല്ലാവരും കണ്ടത്. ആ ഹിന്ദുത്വ വർഗീയവാദികൾ ആയുധങ്ങൾ വിതരണം ചെയ്ത അതേ ഗാസിയാബാദിൽ തിരിച്ച് മുസ്ലിം സഹോദരങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മുസ്ലിം ചെറുപ്പക്കാർ ചെയ്തത് എന്താണെന്ന് കാണണ്ടേ. ആ ഹിന്ദുത്വ വർഗീയവാദികൾ അവിടെ മുസ്ലിമീങ്ങളെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങളാണ് അവിടെ നൽകിയത് എങ്കിൽ, വിതരണം ചെയ്തത് എങ്കിൽ, ഈ മുസ്ലിം ചെറുപ്പക്കാർ പേനയും റോസാപ്പൂക്കളും വീടുകൾ തോറും വിതരണം ചെയ്യുന്നു. ഇതാണ് സുന്ദരമായ ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഗാസിയാബാദിൽ യുവാക്കൾ കയ്യിൽ പേനയും റോസാപ്പൂക്കളും നൽകുമ്പോൾ അവർ നൽകുന്നത് ഇസ്ലാമിൻ്റെ മനോഹരമായ സന്ദേശമാണ്. പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രബോധനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വടിയിൽ മുള്ളുകൾ വിതറിയ ഒരു വൃദ്ധയുണ്ടായിരുന്നു. അവരുടെ പ്രവാചകർ നബി തങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? അവരെ ആക്രമിക്കാൻ ആളെ വിടുകയല്ല ചെയ്തത്. നേരെ മറിച്ച് ആ വൃദ്ധയെ കാണാതിരുന്ന ദിവസം അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു ചെന്ന കാരുണ്യത്തിൻ്റെ കടലായിരുന്നു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഗാസിയാബാദിലെ തെരുവുകളിൽ അത്തരത്തിൽ റോസാപ്പൂക്കളും പേനകളും ഒക്കെ നൽകുമ്പോൾ ആ ഗാസിയാബാദിലെ ചെറുപ്പക്കാർ പിൻപറ്റുന്നത് നബിതങ്ങളുടെ മനോഹരമായ ചര്യയാണ്. വിദ്വേഷത്തിൻ്റെ മുൾച്ചെടികൾ വളരുന്ന ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ പൂക്കൽ വിടർത്തുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ധർമ്മം. ശത്രുതയല്ല വേണ്ടത്, സൗഹൃദവും സ്നേഹവുമാണ് വേണ്ടത്. അവർ വിദ്വേഷമാണ് കൊയ്യുന്നത് എങ്കിൽ, അവർ വിദ്വേഷമാണ് പടർത്തുന്നത് എങ്കിൽ, നാം പടർത്തേണ്ടത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്.